ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള 4 കാര്യങ്ങളെ കുറിച്ചാണ്. എല്ലാവരും തുടർച്ചയായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഫോണിന്റെ ബാറ്ററി ലൈഫ് കൂട്ടാനും ഫോണിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനുമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് 2 പേജുകളിലും എത്തി പേജുകൾ ലൈക്ക് ചെയ്യാൻ സാധിക്കും. നമ്പർ 1, നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്തതിനു ശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ക്ലോസ് ചെയ്ത് കളയുക. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും അതിനുശേഷം നമ്മളത് ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം, ഞാനിവിടെ ഒന്നും വാട്സപ്പ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നോക്കുക, വാട്സപ്പ് എത്ര പെട്ടെന്നാണ് ഓപ്പൺ ആകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിനുശേഷം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒന്നും ബാക്ക്ഗ്രൗണ്ടിലുള്ള വാട്സപ്പ്, അതായത് റീസെന്റ് ആപ്ലിക്കേഷനിൽ നിന്നും വാട്സപ്പ് ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും വാട്സപ്പ് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, എത്ര ടൈം എടുത്താണ് വാട്സപ്പ് ഓപ്പൺ ആയെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് വീണ്ടും മാറ്റുകയാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. അതേപോലെ തന്നെ നോക്കുക, വാട്സപ്പ് ഓപ്പൺ ആകാൻ സമയം എടുക്കുന്നുണ്ട്. ഇതിന് കാരണം നമ്മളുടെ മൊബൈല് ഓരോ ആപ്ലിക്കേഷനുകളും ഓപ്പൺ ആകാൻ വേണ്ടി ഉള്ള ഫയലുകൾ പ്രോസസ്സർ ശേഖരിച്ച് അതിനുശേഷമാണ് ഈ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ്സർ ഒരു പ്രാവശ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ആകാൻ വേണ്ട ഫയലുകളെല്ലാം കളക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിനു ശേഷം പ്രോസസ്സറിന്റെ ഒരു ഭാഗത്ത് അത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് ഈ ആപ്ലിക്കേഷനുകളെല്ലാം ക്ലോസ് ചെയ്ത് വിടുന്നതിലൂടെ വീണ്ടും പ്രോസസ്സറിന് ഈ ഫയലുകൾ, ഈ ആപ്ലിക്കേഷനുകളുടെ ഫയലുകളെല്ലാം കളക്ട് ചെയ്ത് വീണ്ടും ഇത് ഓപ്പൺ ആകാൻ തുടക്കം മുതൽ തന്നെ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മൊബൈലിന്റെ പ്രോസസ്സറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബാറ്ററി ചാർജ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറയും. മൊബൈൽ ഉപയോഗിക്കുന്ന 90% ആളുകളും ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പോയിന്റ് നമ്പർ 2, സാധാരണയായി നമ്മൾ ഫോൺ ചാർജിങ്ങിൽ ഇടുന്നത് ഒന്നിൽ 0% എത്തിയതിനു ശേഷം അല്ലെങ്കിൽ 10% താഴെ എത്തിയതിനു ശേഷമേ നമ്മൾ സാധാരണ ഫോൺ ചാർജിങ്ങിൽ ഇടാറുള്ളൂ. ഇതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഫോണിന്റെ ബാറ്ററി ചാർജ് ഏകദേശം ഒരു 30% താഴെ ആകുമ്പോൾ തന്നെ നമ്മൾ ഫോൺ ചാർജിങ്ങിൽ ഇടണം. അതാണ് ഫോണിന്റെ ബാറ്ററി ലൈഫ് നിലനിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്, ഫോൺ ബാറ്ററി ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ 100% ആകാതെ നമ്മൾ ബാറ്ററി ചാർജിങ്ങിൽ നിന്നും മാറ്റത്തില്ല. ഫോൺ ബാറ്ററി ചാർജിങ്ങിൽ ഇട്ടതിന് ശേഷം 90% അതിനപ്പുറത്തോട്ട് പോകാതെ തന്നെ നമ്മൾ ഫോൺ ചാർജിങ്ങിൽ നിന്നും എടുക്കുന്നതായിരിക്കും ഫോണിന്റെ ബാറ്ററി ലൈഫിന് ഏറ്റവും നല്ലത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഫോണിൽ 50% ചാർജ് ആയി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചാർജിംഗ് ഇടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ബാറ്ററിക്ക് ഒരു പ്രോബ്ലവും ഉണ്ടാകത്തില്ല. ഈ 0% എത്തിയതിനു ശേഷം മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യാവൂ, അല്ലെങ്കിൽ 100% ചാർജ് ആയെങ്കിൽ മാത്രമേ ചാർജിങ്ങിൽ നിന്ന് ഫോൺ ഊരാവൂ. ഇങ്ങനെയുള്ള ഒരു നിബന്ധനയില്ല. ഇത് ഫോണിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിന് ഒരു പ്രോബ്ലവും ഉണ്ടാകത്തില്ല. അതിനോടൊപ്പം തന്നെ മറ്റു ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഫോൺ ചാർജിങ്ങിൽ വെക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക. കൂടുതൽ തണുപ്പുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് ഉള്ള സ്ഥലത്തോ ഒന്നും ഫോൺ ചാർജിങ്ങിൽ ഇടാതെ ഇരിക്കുക. പോയിന്റ് നമ്പർ 3, സാധാരണയായിട്ട് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർ ക്ലീൻ മാസ്റ്റർ, സി ക്ലീനർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ഫോണിന്റെ പെർഫോമൻസ് കൂടാനായിട്ട് സഹായിക്കത്തില്ല. പകരം ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഫോണിന്റെ പെർഫോമൻസ് കൂടാനായിട്ട് വെക്കുന്ന ഈ ആപ്ലിക്കേഷനുകൾ ഫോണിന്റെ പ്രോസസ്സർ ചെയ്യുന്ന പല ജോലികളും വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു. അതിലൂടെ എന്താണ് സംഭവിക്കുക, ഫോണിൽ പ്രോസസ്സറിന് വീണ്ടും ഈ വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. വീണ്ടും ആദ്യമായിട്ട് ഈ വർക്ക് ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ റോക്കറ്റ് ചിഹ്നത്തിലൊക്കെ വരും ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷനുകൾ. നമ്മൾ അതിൽ പിടിച്ച് വീണ്ടും ഇത് ക്ലീൻ ചെയ്യും. നമ്മുടെ ഫോണില് പ്രോസസ്സറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഫയലുകൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ആവും. വീണ്ടും ഇത് ഓപ്പൺ ആവും. വീണ്ടും ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഒരു കാരണവശാലും ഫോണിന് പെർഫോമൻസ് കൂടാനായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. പകരം ഫോണിന്റെ പെർഫോമൻസ് കുറയ്ക്കത്തേ ഉള്ളൂ. സാധാരണ ആളുകളുടെ ഇടയിൽ ഒരു
ധാരണയുണ്ട്. ഇതേപോലെ ഉള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് 500 MB ക്ലീൻ ആയി എന്നൊക്കെ എഴുതി വരുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് എന്തോ കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ ക്ലീൻ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഒരു രീതിയിലും നിങ്ങളെ സഹായിക്കത്തില്ല. ഈ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ തന്നെ ആണ് ഇതിന് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഇതിൽ 500 MB ക്ലീൻ ആവും, 1000 MB ക്ലീൻ ആവും എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കുന്നു. നമ്മൾ അത് കണ്ടിട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യുന്നു. അത് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഫോണിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കുന്നത്. പോയിന്റ് നമ്പർ 4, ഞാനിവിടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. സാധാരണയായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിന് ഏറ്റവും താഴെയായിട്ട് പെർമിഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാര്യം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫോണിൽ ചെയ്യാനായിട്ട് നോക്കുക. ഒരു ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ എന്തൊക്കെ പെർമിഷനുകളാണ് നമ്മൾ കൊടുക്കുന്നത് നോക്കുക. ലൊക്കേഷൻ, ഫോട്ടോ, മീഡിയ ഫയലുകൾ വരെ അക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഡിവൈസ് ID ആൻഡ് കോൾ ഇൻഫർമേഷൻ, എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിന് അക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പെർമിഷൻ കൊടുത്തിട്ടാണ് ഇതേപോലെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ, ഫ്ലാഷ് ലൈറ്റ് ആണിത്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ മറ്റൊരു ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നോക്കാം നമുക്ക് എന്ത് പെർമിഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ചോദിക്കുന്നതെന്ന്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ നോക്കുക, ഇത് ഒരു ടോർച്ച് ലൈറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ എത്ര പെർമിഷൻ ചോദിക്കുന്നുണ്ടെന്ന് നോക്കുക. ഇതിൽ വളരെ കുറച്ച് പെർമിഷനുകളെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ആവശ്യമായിട്ടുള്ള പെർമിഷൻ മാത്രമേ ഈ ആപ്ലിക്കേഷന് കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ ആദ്യം ഓപ്പൺ ആക്കിയ ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും അക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ ഒരിക്കലും വായിച്ചു നോക്കത്തില്ല ഏതൊക്കെ രീതിയിലുള്ള പെർമിഷനാണ് നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾക്ക് കൊടുക്കുന്നതെന്ന്. ഇങ്ങനെയുള്ള പ്രവണതകൾ എല്ലാവരുടെ ഇടയിലുള്ള കാര്യമാണ്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവര് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും എവിടെന്നെങ്കിലും APK കിട്ടി കഴിഞ്ഞാൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യും. അതിൽ നമ്മൾ ഏതൊക്കെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നു, നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അതിനുള്ള സമയവും നമുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് യെസ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് കമന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് തന്നെ കമന്റ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യവും, ഞാൻ ഈ പറഞ്ഞു തന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര പേര് അവരുടെ ഫോൺ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഇതേപോലെയുള്ള ഇൻഫർമേഷനുകൾ, ഇതേപോലെയുള്ള പുതിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോകളാക്കി യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തണം. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് യെസ് എങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക, നോ എങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.